എക്വിപ്സിൻ്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഗ്രൂപ്പായി GST റേറ്റുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നും HSN കോഡ് ഗ്രൂപ്പായി എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നും നോക്കാം. അതിനായി ക്രിയേറ്റ് ഐറ്റം ഗ്രൂപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായി നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും ലിസ്റ്റ് ചെയ്യപ്പെടും. ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നതിനോ ലിസ്റ്റ് ഗ്രൂപ്പ്ഡ് ഐറ്റംസ് എന്നുള്ള സെലക്ട് ചെയ്തതിനു ശേഷം ഏത് ടൈപ്പ് ഗ്രൂപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് കൊടുക്കുക. അതിൽ ഞാൻ GST റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ GST റേറ്റ് സെലക്ട് ചെയ്തു. എനിക്ക് 12% ടാക്സിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ 18% ടാക്സിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എനിക്ക് 12%ലേക്ക് ആക്കണം. അതിനായി 18% സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 18% ടാക്സുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തത്. ആ പ്രൊഡക്റ്റ് ഇത്രയും നമുക്ക് സെലക്ട് ഓൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇത് സേവ് ചെയ്യുന്നതിന് മുന്നേയായി നമ്മൾ ഏത് ഗ്രൂപ്പിലേക്കാണ് ഈ ഐറ്റംസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 12%ലേക്കാണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 12% സെലക്ട് ചെയ്ത് കൊടുക്കും. ഇത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിച്ചു തരും എത്ര പ്രൊഡക്റ്റുകൾ നമ്മൾ ചേഞ്ച് ചെയ്ത 18-ൽ നിന്ന് 12% ടാക്സിലേക്ക് മാറുന്നുണ്ട് എന്ന്. അതായത് ഇവിടെ ഈ കേസിൽ 138 പ്രൊഡക്റ്റുകളാണ് മാറുന്നത്. അത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രൊഡക്റ്റുകൾ 18%-ൽ നിന്ന് 12%ലേക്ക് ചേഞ്ച് ആയി കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി നമുക്ക് എങ്ങനെ HSN ഇതുപോലെ തന്നെ HSN ഒരു പ്രത്യേക HSN കോഡിലുള്ള ഐറ്റംസ് നമുക്ക് മറ്റൊരു HSN കോഡിലേക്ക് ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. അതിനായി സെയിം ഓപ്ഷൻ തന്നെയാണ് എടുക്കുന്നത്. ഐറ്റം ഗ്രൂപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഷോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ലിസ്റ്റ് ചെയ്തു. ഇതിൽ എനിക്ക് ലിസ്റ്റ് ഗ്രൂപ്പ്ഡ് ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനൊരു പർട്ടിക്കുലർ HSN കോഡ് ചേഞ്ച് ചെയ്ത് വേറൊരു HSN കോഡിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനായി HSN കോഡ് എന്നുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് എലമെൻ്റായി നമ്മുടെ HSN കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 8473 എന്നുള്ള HSN കോഡ് സെലക്ട് ചെയ്തു. 8473 എന്നുള്ള HSN കോഡിലുള്ള ഇത്രയും പ്രൊഡക്റ്റുകളാണ് 18 പ്രൊഡക്റ്റുകളാണുള്ളത്. ഈ പ്രൊഡക്റ്റ് ഇത്രയും സെലക്ട് ഓൾ കൊടുത്തു. അതിനുശേഷം വേറെ ഏത് ഗ്രൂപ്പിലേക്കാണ് ഇത് ചേഞ്ച് ചെയ്യേണ്ടുള്ളത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനായി പുതിയ HSN കോഡ് ഞാൻ നിലവിൽ സെലക്ട് ചെയ്ത 8473 അല്ലാതെ ഇപ്പോൾ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടുള്ളത് 8471ലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടുള്ളത്. 8471 സെലക്ട് ചെയ്ത് കൊടുത്തു. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 18 പ്രൊഡക്റ്റുകളും 8473 എന്നുള്ളതിനകത്ത് മാറിയിട്ട് 8471ലേക്ക് ഇൻക്ലൂഡ് ആവും. യെസ് കൊടുത്തു. ഐറ്റം ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ HSN കോഡും GST ടാക്സ് റേറ്റുകളും ഗ്രൂപ്പായിട്ട് എക്വിപ്സ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ചേഞ്ച് ചെയ്യുന്നത്.